നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 4 ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരത് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടേക്കാം. കൂട്ടുകാരതൊന്ന് കണ്ടു നോക്കാം. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്. എല്ലാം തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സൈക്കോളജിയുടെ മാർക്ക് നമുക്ക് ഫുള്ള് വാങ്ങാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒരുങ്ങുക, പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. 5ാമത്തെ ക്ലാസ്സാണ്. 101ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ഓഫ് ദ മോസ്റ്റ് കൺസേൺ ടു ദ പാരൻസ് ഓഫ് പ്രൈമറി സ്കൂൾ സ്റ്റുഡൻറ് വിത്ത് മസ്കുലാർ ഡിസ്ട്രോപ്പി? പേശി ശോഷണം സംഭവിച്ച ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പരിഗണന ഏതിനാണ്? ഓപ്ഷൻസ് എ ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനം, ബി മൊബിലിറ്റി ചലനശേഷി, സി മാത്തമാറ്റിക്സ് സ്കിൽ ഗണിതശേഷി, ഡി റീഡിംഗ് എബിലിറ്റി വായനാശേഷി. ആൻസർ ബി മൊബിലിറ്റി ചലനശേഷി. 102ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫോബിയ ഇൻ കണക്ഷൻ വിത്ത് ലേണിംഗ് എമംഗ് സ്റ്റുഡൻസ്? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തിനു പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് എ സ്കൂളോഫോബിയ, ബി ഹിപ്നോഫോബിയ, സി ഹൈഡ്രോഫോബിയ, ഡി സോഫോഫോബിയ. ആൻസർ ഡി സോഫോഫോബിയ. 103ാമത്തെ ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ്? സംരചനാത്മക മൂല്യനിർണ്ണയത്തിന്റെ ആവശ്യമെന്ത്? ഓപ്ഷൻസ് എ ഡിസിഷൻ ഓഫ് വാട്ട് ടു മെഷർ എന്തളക്കണമെന്ന് തീരുമാനിക്കാൻ, ബി ഡെവലപ്മെന്റ് ഓഫ് ദ ടെസ്റ്റ് പരീക്ഷകൾ വികസിപ്പിക്കാൻ, സി മോണിറ്ററിംഗ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് കുട്ടികളുടെ പുരോഗതി വിലയിരുത്താൻ, ഡി അഡ്മിനിസ്റ്ററിംഗ് ദ ടെസ്റ്റ് പരീക്ഷകൾ നടപ്പിലാക്കാൻ. ആൻസർ സി മോണിറ്ററിംഗ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് കുട്ടികളുടെ പുരോഗതി വിലയിരുത്താൻ. 104ാമത്തെ ക്വസ്റ്റ്യൻ. ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാര്? ഓപ്ഷൻസ് എ ലിക്കർട്ട്, ബി എറിക്സൺ, സി ഹവാർഡ് ഗാർഡ്നർ, ഡി തേഴ്സ്റ്റൺ. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, അതുപോലെ തന്നെ 2 ഫാക്ടർ തിയറി, ഇതെല്ലാം ഓർത്തിരിക്കണം. ആരൊക്കെയാണ് ഇത് കൊണ്ടുവന്നതെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ 3ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആ ക്ലാസ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ആൻസർ സി ആണ്, ഹവാർഡ് ഗാർഡ്നർ. ഓക്കെ. 105ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇമോഷണൽ കോമ്പിറ്റൻസി? വൈകാരിക ശേഷി എന്നാൽ എന്ത്? ഓപ്ഷൻസ് എ ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെഗുലേറ്റ് അവർ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്, ബി ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതർ പീപ്പിൾസ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇന്റൻഷൻസ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, സി ദ എബിലിറ്റി ടു മാനേജ് ഇമോഷണൽ സിറ്റുവേഷൻസ് വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഡി ഓൾ ഓഫ് ദിസ് ഇവയെല്ലാം തന്നെ. ആൻസർ ഡി ഓൾ ഓഫ് ദിസ് ഇവയെല്ലാം തന്നെ. 106ാമത്തെ ക്വസ്റ്റ്യൻ. Among the following methods, which one is least suitable to encourage critical thinking among the students? താഴെ കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻസ് എ ഡിസ്കഷൻ ചർച്ച, ബി ലെക്ചർ മെത്തേഡ് പ്രഭാഷണം, സി ഡിബേറ്റ് സംവാദം, ഡി ബ്രെയിൻ സ്റ്റോമിംഗ്. ആൻസർ ബി ലെക്ചർ മെത്തേഡ്, അതായത് പ്രഭാഷണം. 107ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഇമോഷണൽ ക്വാളിറ്റി ഫോർ ആൻ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ? 6 വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ കെയറിംഗ് പരിചരണം, ബി എംപതി അനുതാപം, സി കൈൻഡ്നസ് ദയ, ഡി സിമ്പതി സഹാനുഭൂതി. ആൻസർ എ കെയറിംഗ് പരിചരണം. 108ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് തിയറി, പ്രൈമറി സ്കൂൾ ചിൽഡ്രൻ ഫേസ് ദ ക്രൈസിസ് ഓഫ്?
എറിക് എറിക്സന്റെ മാനസിക സാമൂഹിക വികസന പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏതാണ്? ഓപ്ഷൻസ് എ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, മുൻകൈയെടുക്കൽ കുറ്റബോധം. ബി ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ, സ്വത്വം സ്ഥാപിക്കൽ സ്വതപ്രതിസന്ധി. സി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫോറിറ്റി, അധ്വാനം വേഴ്സസ് അപകർഷത. ഡി ഓട്ടോണോമി വേഴ്സസ് ഷെയിം, സ്വയം തീരുമാനം ലജ്ജ. ആൻസർ ഏതാണ്? ആൻസർ സി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. 109ാമത്തെ ക്വസ്റ്റ്യൻ. എവറി ഡേ ബിന്ദു ടീച്ചർ ഫൈൻഡ്സ് ടൈം ടു ഹെൽപ്പ് ദ ബാക്ക്വേർഡ് ചിൽഡ്രൻ ഫോർ ഹിസ് ക്ലാസ്. ഷീ ക്ലിയേഴ്സ് ദ ഡൗട്ട്സ് പേഴ്സണലി ആൻഡ് ഇഫ് നീഡഡ് ആക്ടിവേറ്റ് ദ ലെസൺസ് വിത്ത് മോർ ഫണ്ടമെന്റൽസ്. ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തന്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്തുന്നു. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും. ആവശ്യമെങ്കിൽ പ്രാഥമിക ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ഇതിനെ പറയാവുന്നത് ഓപ്ഷൻസ് എ റീടീച്ചിങ്, വീണ്ടും പഠിപ്പിക്കൽ. ബി റെമഡിയേഷൻ, പരിഹാരബോധനം. സി കോച്ചിങ്, കോച്ചിങ് നൽകൽ. ഡി ഗൈഡിംഗ്, മാർഗനിർദ്ദേശം നൽകൽ. ആൻസർ ബി റെമഡിയേഷൻ, പരിഹാര ബോധനം. 110ാമത്തെ ക്വസ്റ്റ്യൻ. ഡെവലപ്പിംഗ് ന്യൂ റൂൾസ് ആൻഡ് പ്രിൻസിപ്പൽസ് ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ഇൻ മെമ്മറി ലെവൽ ഈസ് കോൾഡ്. ഓർമ്മയുടെ തലത്തിൽ തന്നിട്ടുള്ള വസ്തുതകളും വിവരങ്ങളും അടിസ്ഥാനമാക്കി പുതിയ നിയമങ്ങളും തത്വങ്ങളും രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത്. ഓപ്ഷൻസ് എ ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം. ബി അസിമിലേഷൻ, സ്വാംശീകരണം. സി ആപ്ലിക്കേഷൻ, പ്രയോഗം. ഡി അസോസിയേഷൻ, ഒരുമിച്ചു ചേർക്കൽ. ആൻസർ എ ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം. 111ാമത്തെ ക്വസ്റ്റ്യൻ. എ ലേണിംഗ് കർവ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. പഠനത്തെ സംബന്ധിച്ച ഒരു ഗ്രാഫിക്കൽ ചിത്രം കാണുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ബേസ്ഡ് ഓൺ ദ ഫിഗർ. ചിത്രം അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ ലേണിംഗ് ഈസ് പ്രോഗ്രസിംഗ് ഇനിഷ്യലി ബട്ട് ലേറ്റർ ദ പ്രോഗ്രസ് ഡിക്ലൈൻ. പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. ബി ലേണിംഗ് ഈസ് പ്രോഗ്രസിംഗ് ത്രൂ ഔട്ട്. പഠനം എല്ലായ്പ്പോഴും മെച്ചമായി നീങ്ങുന്നു. സി ലേണിംഗ് ഈസ് സ്ലോ ഇൻ ദ ബിഗിനിങ് ബട്ട് ലേറ്റർ പ്രോഗ്രസിംഗ് വെൽ. പഠനം തുടക്കത്തിൽ താഴ്ന്നു നിൽക്കുന്നു, പിന്നീട് മെച്ചപ്പെടുന്നു. ഡി ലേണിംഗ് ഈസ് പ്രോഗ്രസിംഗ് ഇൻ ആൻ അപ്പ് ആൻഡ് ഡൗൺ മാനർ. പഠന പുരോഗതി താഴ്ന്നും ഉയർന്നും നീങ്ങുന്നു. ആൻസർ എ ലേണിംഗ് ഈസ് പ്രോഗ്രസിംഗ് ഇനിഷ്യലി ബട്ട് ലേറ്റർ ദ പ്രോഗ്രസ് ഡിക്ലൈൻ. പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് എന്ത് സംഭവിക്കുന്നു? പഠന മികവ് കുറയുന്നു. 112ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആൻ ആക്ട് കോൾഡ് PWD ആക്ട് വാസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് എ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി PWD ആക്ട് രൂപീകരിച്ച വർഷം. ഈ PWD ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എന്താണ് എന്നുള്ള കാര്യവും അതുപോലെ ഇത് എന്നാണ് വന്നതെന്നുള്ള കാര്യം കൂട്ടുകാർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മറന്നു പോകരുത് ഇതിൻ്റെ ഡേറ്റും ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ 1986, ബി 1992, സി 1995, ഡി 2005. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, 1995. 113ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഫെമിനിൻ ടീച്ചർ ഓൾവേസ് ഗീവ്സ് സ്കോപ്പ് ഫോർ ഡൂയിങ് ഗ്രൂപ്പ് വർക്ക്സ്. Students are engaged to share and debate their opinions. This strategy will enable the students to develop. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഫെമിനിൻ ടീച്ചർ എപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുന്നു. ഇതുവഴി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധിക്കുന്നു. ഈ തന്ത്രത്തിലൂടെ കുട്ടികൾ വികസിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ വെർബൽ ഇന്റലിജൻസ്, വാചിക ബുദ്ധി. ബി ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ശാരീരിക ചലനപര ബുദ്ധി. സി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി. ഡി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി.
ആൻസർ ഡി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. 114ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് ടു ലേണിംഗ് പ്രൊപ്പോസ്ഡ് ബൈ ബ്രൂണർ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടം അല്ലാത്തതേത്? ഓപ്ഷൻസ് എ ഇനാക്റ്റീവ് സ്റ്റേജ് പ്രവർത്തന ഘട്ടം, ബി ഐക്കോണിക് സ്റ്റേജ് ബിംബന ഘട്ടം, സി പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് പ്രശ്ന നിർദ്ധാരണ ഘട്ടം, ഡി സിംബോളിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം. ആൻസർ സി പ്രോബ്ലം സോൾവിംഗ് സ്റ്റേജ് പ്രശ്ന നിർദ്ധാരണ ഘട്ടം. 115ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പർപ്പസ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ എംഫസൈസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ് പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം, ബി ഇന്റഗ്രേറ്റഡ് കരിക്കുലം ഫോക്കസ്ഡ് ഓൺ തിമാറ്റിക് യൂണിറ്റ്സ് തീമുകൾക്ക് ഊന്നൽ നൽകുന്ന ഉദ്ഗ്രഥിത പാഠ്യപദ്ധതി, സി ഇമ്പോർട്ടൻസ് ടു ടെസ്റ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം, ഡി എംഫസൈസ് ടു പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും ഊന്നൽ. ആൻസർ സി ഇമ്പോർട്ടൻസ് ടു ടെസ്റ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യം. 116ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ ഗ്രോത്ത് ഡിസ്ക്രൈബ്സ് ചേഞ്ചസ് ഓഫ് പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം വളർച്ച ഒരു വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. ബി ഗ്രോത്ത് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ് വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. സി ഗ്രോത്ത് ഈസ് ഒബ്സർവബിൾ ഇൻ നേച്ചർ വളർച്ചയെ പ്രകൃത്യാ തന്നെ നിരീക്ഷിക്കാൻ പറ്റും. ഡി ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ് വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. ആൻസർ ബി ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ് വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. 117ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിസോർഡർ? ഓപ്ഷൻസ് എ കണ്ടക്ട് ഡിസോർഡർ, ബി ഓട്ടിസം, സി ഡിപ്രഷൻ, ഡി ഫോബിയ. ആൻസർ ബി ഓട്ടിസം. 118ാമത്തെ ക്വസ്റ്റ്യൻ, കോൾബർഗ്സ് തിയറി ഈസ് ബേസ്ഡ് ഓൺ? ഓപ്ഷൻസ് എ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, ബി മോറൽ ഡെവലപ്മെന്റ്, സി സോഷ്യൽ ഡെവലപ്മെന്റ്, ഡി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ആൻസർ ബി മോറൽ ഡെവലപ്മെന്റ്. 119ാമത്തെ ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഡിഫൈൻ ഹിംസെൽഫ് ബൈ ബ്ലെയിമിംഗ് അതേഴ്സ് ഫോർ ഹിസ് ഓൺ ഫോൾട്ട് ഈസ് ഡാഷ്? ഓപ്ഷൻസ് എ പ്രൊജക്ഷൻ, ബി കോമ്പൻസേഷൻ, സി റിഗ്രഷൻ, ഡി റിപ്രഷൻ. ആൻസർ എ പ്രൊജക്ഷൻ. 120ാമത്തെ ക്വസ്റ്റ്യൻ, എ ടീച്ചിങ് ടെക്നിക് എക്സ്പെഷ്യലി യൂസ്ഡ് ഇൻ ടീച്ചേഴ്സ് പ്രീ സർവീസ് എഡ്യൂക്കേഷൻ ടു ട്രെയിൻ ദം ടീച്ചിങ് സ്കിൽ സിസ്റ്റമാറ്റിക്കലി ഈസ് കോൾഡ്? ഓപ്ഷൻസ് എ ടീം ടീച്ചിങ്, ബി മൈക്രോ ടീച്ചിങ്, സി മോഡൽസ് ഓഫ് ടീച്ചിങ്, ഡി ഷെയർഡ് ടീച്ചിങ്. ആൻസർ ബി മൈക്രോ ടീച്ചിങ്. 121ാമത്തെ ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് were learned in one situation is transferred to another learning situation is called? Options A readiness, B reinforcement, C transfer of learning, D principles of learning. Answer C transfer of learning. 122ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് reading and related language based processing skills can be called? Options A dysgraphia, B dyslexia, C dyscalculia, D dyspraxia. Answer B dyslexia. 123ാമത്തെ ക്വസ്റ്റ്യൻ, which among the following is not a trait of gifted student? Options A unusual alertness, B excellent memory, C rapid learner, D stupidity. Answer D stupidity. 124ാമത്തെ ക്വസ്റ്റ്യൻ, according to Piaget's sensory motor stage, the objects continue to exist when they are hidden from view.
ദിസ് ഈസ് ടേംഡ് ആസ് ഡാഷ്. ഓപ്ഷൻസ് എ അസിമിലേഷൻ, ബി ഒബ്ജക്റ്റ് പെർമനൻസ്, സി വിഷ്വലൈസേഷൻ, ഡി അക്കോമഡേഷൻ. ആൻസർ ബി ഒബ്ജക്റ്റ് പെർമനൻസ്. 125ാമത്തെ ക്വസ്റ്റ്യൻ. ലേണിംഗ് തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എ സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്, ബി തോണ്ടൈക്സ് ട്രയൽ ആൻഡ് എറർ, സി പാവ്ലോസ് കണ്ടീഷനിങ്, ഡി ഗസ്റ്റാൾട്ട്സ് തിയറി. ആൻസർ എ സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് 5 അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.